മനുഷ്യരുടെ മാംസം കഴിക്കുന്ന ബാക്ടീരിയ ജപ്പാനിലെ ആളുകൾക്കിടയിൽ വലിയ തോതിൽ തന്നെ വ്യാപിക്കുന്നു. പിടിവിട്ട് കഴിഞ്ഞാൽ 48 മണിക്കൂറിനുള്ളിൽ മരണം സംഭവിക്കുന്നതായിരിക്കും. എന്താണ് സത്യത്തിൽ ജപ്പാനിൽ നിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? COVID-19 പോലെ ഈ ഒരു ബാക്ടീരിയ നമ്മളുടെ ഇടയിലേക്കും കടന്നു വരുമോ? നമുക്കും പിടിപെടുമോ? വിശദമായി തന്നെ പരിശോധിക്കാം. വെൽക്കം ബാക്ക് ടു AF World. അഫ്ലു ഹിയർ. വിവിധങ്ങളായ ലോകരാജ്യങ്ങളും WHO-യും ആരോഗ്യ മേഖലയുമെല്ലാം ഒരുപോലെ തന്നെ ആശങ്കയോടുകൂടെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ജപ്പാനിലെ ആളുകളുടെ ജീവൻ എടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു അസുഖത്തിൻ്റെ യഥാർത്ഥ പേര് STSS എന്നാണ്, അഥവാ സ്ട്രെപ്റ്റോകോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രം. ഇത് വരുത്തി വെക്കുന്നതാകട്ടെ ഗ്രൂപ്പ് A സ്ട്രെപ്റ്റോകോക്കൽ ഗ്യാസ് ബാക്ടീരിയകളാണ്. ഈ ഒരു ബാക്ടീരിയയെക്കുറിച്ച് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിടയിൽ, പ്രത്യേകിച്ച് കുട്ടികൾക്കിടയിലൊക്കെ ത്രോട്ട് പെയിനും അതുപോലെ തന്നെ സ്വെല്ലിംഗ് ഒക്കെ ഉണ്ടാക്കുന്ന നിലയ്ക്കുള്ള നമ്മുടെ ഇടയിൽ തന്നെ ഉള്ളൊരു ബാക്ടീരിയയാണ് ഈ ഒരു സ്ട്രെപ്റ്റോകോക്കൽ ബാക്ടീരിയകൾ എന്ന് പറയുന്നത്. അതാണ് ഇപ്പോൾ വലിയ തോതിൽ ആളുകളുടെ ജീവൻ പോലും അപഹരിക്കുന്ന നിലയിലേക്ക് മാറി വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഏറ്റവും വലിയ ഡേഞ്ചറസ് സൈഡുകളെക്കുറിച്ച് പരിശോധിച്ച് നോക്കുമ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിൻ്റെ ഡെത്ത് റേറ്റാണ്. 30% ഡെത്ത് റേറ്റായിട്ട് കണക്കാക്കുന്നത്. അതായത് 10 ആളുകൾക്ക് ഈ ഒരു അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അതിൽ 3 ആളുകൾ തീർച്ചയായിട്ടും മരണപ്പെട്ടിരിക്കുമെന്ന് പറയുന്ന കണക്കുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അതിൽ തന്നെയുള്ള രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറയുന്നത്, ഈ ഒരു അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ കൂടെയും 48 മണിക്കൂറിനുള്ളിൽ തന്നെ ആളുകൾ മരണപ്പെടുന്നുണ്ട് എന്ന് പറയുന്ന ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യമാണ്. അതിൽ തന്നെ പല റിപ്പോർട്ടുകളും പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്കതിൽ കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. രാവിലെ ഒരു വ്യക്തിക്ക് കാലിലൊരു വീക്കമുണ്ട്, എന്നാൽ അത് ഉച്ചയാകുമ്പോഴേക്ക് തന്നെ ചിലപ്പോൾ കാൽമുട്ട് വരെ എത്തുന്നുണ്ട്. 2 ദിവസങ്ങൾക്കുള്ളിൽ അഥവാ 48 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വന്നിട്ടുള്ള ഒരു വ്യക്തി മരണപ്പെടുന്നുണ്ട്. ഇത്തരത്തിലുള്ള വാർത്തകളും മറ്റുമൊക്കെയാണ്, ഇത്തരത്തിലുള്ള പല റിപ്പോർട്ടുകളും മറ്റുമൊക്കെയാണ് വിവിധങ്ങളായിട്ടുള്ള മാധ്യമങ്ങളിൽ നിന്നൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എല്ലാ മാധ്യമങ്ങളും ഒരുപോലെ തന്നെ ഫ്ലഷ് ഈറ്റിംഗ് ബാക്ടീരിയ എന്ന പേരിൽ തന്നെയാണ് ഇതിനെ വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ജപ്പാനിലെ നിലവിലുള്ള അവസ്ഥയെക്കുറിച്ച് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം 2023 ഇതുപോലെ തന്നെ ഈ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കാര്യമായിട്ട് അവിടെ ഒരുപാടധികം ആളുകളുടെ ജീവൻ അപഹരിച്ചിട്ടുണ്ടായിരുന്നു. ആ കണക്കുകൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തിൽ ആകെ മൊത്തം 941 കേസുകളാണ് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ 97 മരണങ്ങളും ഈ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കാരണമായിട്ട് അവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു വർഷത്തിലെ കണക്കുകൾ പരിശോധിച്ച് നോക്കുമ്പോൾ കണക്കുകൾക്ക് വലിയ തോതിലുള്ള വർധനവ് ഉണ്ടായിട്ടുണ്ട്. ഒരുപാടധികം ആളുകളിലേക്ക് വ്യാപിക്കുന്നുണ്ട് എന്നൊരു കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ വർഷത്തെ കണക്കുകൾ പ്രകാരം ജനുവരി മുതൽ ജൂൺ 2-ാം തീയതി വരെയുള്ള കണക്കുകൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഏറെക്കുറെ 970 മുകളിൽ ആളുകൾക്ക് ഇതിനോടകം തന്നെ ഈ ഒരു വർഷത്തിൻ്റെ പകുതി ആകുമ്പോഴേക്ക് തന്നെ ഈ ഒരു അസുഖം ബാധിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു STSS എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ബാധിച്ച് വ്യത്യസ്ത തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ അവരൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് വലിയ തോതിലുള്ള ഒരു വ്യാപനം ഈ ഒരു അസുഖത്തിൻ്റെ കാര്യത്തിൽ ജപ്പാനിൽ സംഭവിക്കുന്നുണ്ട് എന്ന് പറയുന്ന റിപ്പോർട്ടുകൾ വലിയ തോതിൽ ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 48 മണിക്കൂറിനുള്ളിൽ തന്നെ ഒരു വ്യക്തിയെ കൊല്ലാൻ ശേഷിയുള്ള ഈ ഒരു ബാക്ടീരിയ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തെ പൂർണ്ണമായിട്ടും താറുമാറാക്കുന്നത്, ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ പൂർണ്ണമായിട്ടും താളം തെറ്റിക്കുന്നത്? ആ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ, ഈ ഒരു ബാക്ടീരിയകൾ നമ്മളുടെ ശരീരത്തിലേക്ക് എത്തിയതിനു ശേഷം ചില പ്രത്യേക തരത്തിലുള്ള ടോക്സിനുകളും മറ്റുമൊക്കെ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ബ്ലഡ് സ്ട്രീമിലേക്കും നമ്മളുടെ അവയവങ്ങളിലേക്കും ഒക്കെ തന്നെ ഈ ഒരു ബാക്ടീരിയയുടെ വ്യാപനം അവിടെ സംഭവിക്കുന്നതായിരിക്കും. ഇതിൻ്റെ എല്ലാം അനന്തരഫലമായിട്ട് നമ്മുടെ ടിഷ്യൂകളുടെ പ്രവർത്തനത്തെ, നമ്മുടെ മസിലുകളുടെ പ്രവർത്തനത്തെ ഡയറക്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു ബാക്ടീരിയകൾ ബാധിക്കുന്നതായിരിക്കും. അതിനാലൊക്കെ തന്നെ ഈ ഒരു അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ശക്തമായ നിലയിലുള്ള ദേഹവേദന, ശരീരം മൊത്തത്തിലുള്ള പെയിൻ നമുക്ക് അനുഭവപ്പെടുന്നതായിരിക്കും. ശക്തമായിട്ടുള്ള പനി ഉണ്ടാകും, അതുപോലെ വോമിറ്റിംഗ് ഉണ്ടാകും. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രാഥമികമായിട്ടുള്ള ലക്ഷണങ്ങളായിട്ട്, സിംറ്റംസ് ആയിട്ട് പറയുന്നത്. ഇത് ശ്രദ്ധിക്കാതെ വിട്ടു കഴിഞ്ഞാൽ കൂടുതൽ മോശം അവസ്ഥയിലേക്ക് എത്തുന്നതായിരിക്കും. ആളുകളുടെ BP കുറയുന്നതായിരിക്കും. അതുപോലെ തന്നെ അടുത്തായിട്ട് സംഭവിക്കുന്ന വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓർഗൻ ഫെയിലിയർ ആണ്. വ്യത്യസ്ത തരത്തിലുള്ള നമ്മുടെ ആന്തരിക അവയവങ്ങൾക്ക് ഒരേ സമയം തന്നെ ഫെയിലിയർ സംഭവിക്കുന്നതായിരിക്കും. അതിൻ്റെ പ്രവർത്തനത്തെ ഈ ഒരു ബാക്ടീരിയകൾ പൂർണ്ണമായിട്ടും നിർത്തലാക്കി വെക്കുന്നതായിരിക്കും, തടഞ്ഞു വെക്കുന്നതായിരിക്കും. ഇതിൻ്റെ എല്ലാം അനന്തരഫലമായിട്ട് തന്നെയാണ് 48 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ ഒരു ബാക്ടീരിയ ബാധിച്ച ആളുകൾ മരണത്തിന് കീഴടങ്ങേണ്ടി വരുന്നത്, അവരുടെ ശരീരത്തിൽ വ്യത്യസ്ത തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെയും സംഭവിക്കുന്നത്. ഇവിടെ നമ്മൾ ഈ അസുഖം ബാധിച്ചിട്ടുള്ള ആളുകളുടെ കാര്യം പരിശോധിച്ച് നോക്കുമ്പോൾ 50 വയസ്സിന് മുകളിലുള്ള ആളുകൾക്കാണ് കൂടുതലും ഈ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വന്നിട്ടുള്ളത്. ഇനി ജപ്പാനിൽ മാത്രമാണോ ഈ ഒരു പ്രശ്നമുള്ളത്, മറ്റേതെങ്കിലും രാജ്യങ്ങളിലേക്ക് ഓൾറെഡി ഇത് എത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ 2020
തന്നെ ചില യൂറോപ്യൻ രാജ്യങ്ങളിൽ, ഏറെക്കുറെ 5ഓളം വരുന്ന യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു STSS റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ ലോകാരോഗ്യ സംഘടനയൊക്കെ ഈ ഒരു വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത്ര അധികം ഡേഞ്ചറസ് ആയിട്ടുള്ള ഈ ഒരു ബാക്ടീരിയ എങ്ങനെയാണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ആകുന്നത്, മറ്റൊരാളിലേക്ക് വ്യാപിക്കുന്നത് എന്ന കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം കോവിഡൊക്കെ വായുവിലൂടെയാണ് പകർന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ ഈ ഒരു ബാക്ടീരിയയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ കൃത്യമായിട്ട് എന്തുകൊണ്ട് അല്ലെങ്കിൽ എങ്ങനെ ഈ ഒരു ബാക്ടീരിയ മറ്റൊരാളിലേക്ക് പകരുന്നു എന്ന കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് നമുക്ക് ഇന്നവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ചില രോഗികളുടെ കാര്യത്തിലേക്കൊക്കെ നോക്കുന്ന അവസരത്തിൽ അവരുടെ ശരീരത്തിൽ ഉണ്ടായിട്ടുള്ള ചില മുറിവുകളിലൂടെയാണ് അവരുടെ ശരീരത്തിലേക്ക് ബാക്ടീരിയകൾ എത്തിയിട്ടുള്ളത് എന്ന നിലയിലുള്ള റിപ്പോർട്ടുകളും മറ്റുമൊക്കെയാണ് പല ഗവേഷകരും വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ടോക്കിയോ വിമൺ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകരൊക്കെ തന്നെയും ഈ ഒരു കാര്യത്തിന് മുൻതൂക്കം നൽകി പറയുന്നുണ്ട്. മുറിവുകളിലൂടെയാണ് ഈ ഒരു ബാക്ടീരിയ ശരീരത്തിലേക്ക് എത്തുന്നത് എന്ന കാര്യത്തെക്കുറിച്ച് അവർ വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ മറ്റു ചില രോഗികളുടെ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ എങ്ങനെ അവരുടെ ശരീരത്തിലേക്ക് ഇത് എത്തിയെന്ന കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് ഇതുവരെ കണ്ടെത്താൻ, കൃത്യമായിട്ടുള്ള അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകാൻ ഇതുവരെ ഗവേഷകർക്ക് ആയിട്ടില്ല. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു ബാക്ടീരിയ സ്പ്രെഡ് ആകുന്നതെന്ന് 100% ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന നിലയിലുള്ള ഒരു കണ്ടീഷനിലേക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവേഷകർ ഇതുവരെ എത്തിയിട്ടില്ല എന്നൊരു കാര്യത്തെക്കുറിച്ച് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ കോവിഡുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത തരത്തിലുള്ള റെസ്ട്രിക്ഷനുകളെല്ലാം കഴിഞ്ഞ ആളുകൾ പുറത്തിറങ്ങിയതിനു ശേഷമാണ് ഈ ഒരു STSS ആളുകളിൽ വലിയ തോതിൽ തന്നെ വ്യാപിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. ആ ഒരു കാര്യത്തെക്കുറിച്ച് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിടയിൽ തന്നെ വ്യത്യസ്ത പ്രശ്നങ്ങളൊക്കെ, ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു ബാക്ടീരിയ ആണ് ഇപ്പോൾ മാരകമായ നിലയിലേക്കുള്ള പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്, വലിയ തരത്തിലുള്ള പല ഇൻഫെക്ഷനുകളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പലരും വിശദീകരിക്കുന്നത് ഈ ഒരു കോവിഡിൻ്റെ ടൈമിലൊക്കെ നമ്മൾ വലിയ തോതിൽ തന്നെ എല്ലാ നിലക്കുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചിട്ടുണ്ടായിരുന്നു, കൃത്യമായിട്ട് ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും നമ്മളങ്ങനെ ഒതുങ്ങി ജീവിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അത് കഴിഞ്ഞ് പെട്ടെന്ന് അതെല്ലാം തന്നെ ഒഴിവാക്കിയിട്ട് നേരെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയത് കാരണമായിട്ട് പെട്ടെന്നുണ്ടായിട്ടുള്ള അങ്ങനെ ഒരു മാറ്റം കാരണമായിട്ടാണ് ആളുകളിലേക്ക് ഇപ്പോൾ അവരുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തെയും മറികടന്നുകൊണ്ട് ഈ ഒരു ബാക്ടീരിയ വലിയ തോതിൽ തന്നെ ബാധിക്കുന്നതെന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ ഇനി ഇത് COVID-19 ഒക്കെ പോലെ വലിയൊരു പാൻഡമിക്കിലേക്ക് ചെന്നെത്തുമോ, വലിയൊരു പ്രശ്നങ്ങളിലേക്ക് ചെന്നെത്തുമോ എന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഒരിക്കലും ഇതൊരു റെസ്പിറേറ്ററി ഇൽനെസ് അല്ല. അതായത് COVID-19 അല്ലെങ്കിൽ ന്യൂമോണിയോ പോലെയുള്ള ഒരു അസുഖമല്ല. നമ്മുടെ ശ്വാസോച്ഛ്വാസത്തെ അല്ലെങ്കിൽ ശ്വസന പ്രക്രിയ ഡയറക്റ്റായിട്ട് ബാധിക്കുന്ന നിലയിലുള്ള ഒരു അസുഖമല്ല. ഇനി അതിനപ്പുറത്തേക്ക് നമ്മൾ എങ്ങനെ ഇത് സ്പ്രെഡ് ആകുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് കണ്ടെത്തിയിട്ടില്ല. എങ്കിൽ കൂടെയും ഇതിൻ്റെ സ്പ്രെഡിങ് റേറ്റ് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ്. അത്തരം കാര്യങ്ങളൊക്കെ കൂടെ ചേർത്ത് വെക്കുന്ന അവസരത്തിൽ ഇതങ്ങനെ വലിയ തോതിൽ ഒരു പാൻഡമിക് ലെവലിലേക്ക് ലോകം മുഴുവൻ വ്യാപിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് എന്ന നിലക്കാണ് ഗവേഷകർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ കൂടെയും അവർ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഈ ഒരു വർഷം പൂർത്തിയാകുമ്പോഴേക്ക് ഏറെക്കുറെ 2500ഓളം വരുന്ന ആളുകളെ തീർച്ചയായിട്ടും ഈ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ബാധിക്കുന്നതായിരിക്കും എന്നതാണ് ആ ഒരു കാര്യം. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോസിയുടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ തീർച്ചയായും നിങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയി കാണുമെന്ന് വിചാരിക്കുന്നു. എന്താണ് ഈ ഒരു ഫ്ലഷ് ഈറ്റിംഗ് ബാക്ടീരിയ എന്നും അത് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നതെന്നും അത് കാരണമായിട്ട് എന്തൊക്കെയാണ് നമുക്ക് സംഭവിക്കുന്നതെന്നും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ കൃത്യമായിട്ട് തന്നെ നിങ്ങൾക്കൊരു ധാരണ ലഭിച്ചു എന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ ചോദ്യങ്ങളും മറ്റൊക്കെ തീർച്ചയായിട്ടും താഴെ നിങ്ങൾക്ക് കുറിക്കാം. ഇത് വലിയ രീതിയിൽ തന്നെ സ്പ്രെഡ് റേറ്റ് ഇല്ലാത്തതിനാൽ കൂടുതൽ ആളുകളിലേക്കൊന്നും സ്പ്രെഡ് ആകാതെ ചുരുങ്ങിയ സ്ഥലത്ത് മാത്രമായിട്ട് ഒതുങ്ങി അങ്ങനെ അവസാനിക്കും എന്ന് നമുക്ക് വിചാരിക്കാം, എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മുടെ ഇടയിലേക്ക് ഒരിക്കലും എത്തില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ കോവിഡിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ വുഹാനിൽ അവിടെ കോവിഡ് വലിയ തോതിൽ സ്പ്രെഡ് ആകാൻ തുടങ്ങി, അവിടെ ലോക്ക്ഡൗൺ ഒക്കെ തുടങ്ങി. ഏതാനും നാളുകൾക്കുള്ളിൽ തന്നെ ഈ സാധനം നേരെ നമ്മുടെ കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു, തൃശ്ശൂരിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ഒന്നും ഈ ഒരു ബാക്ടീരിയയുടെ കാര്യത്തിൽ ഉണ്ടാകില്ല എന്ന നിലയ്ക്ക് തന്നെ നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതിൽ നല്ല ഒരുപാടധികം വീഡിയോസുകളുമായിട്ട് കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ